ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അനക കരഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ അവന്തിക അനകയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എൻ്റെ മോളെ, നീ ഇത് അർച്ചനയുടെയും മീരയുടെയും കൂടെ എവിടേക്ക് പോയതാ? ഞാൻ നിന്നെ ഓട്ടോയിൽ കയറ്റി വീട്ടിലേക്ക് പോകാനല്ലേ പറഞ്ഞത്? നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ അമ്പലത്തിലും പോയി നോക്കി. നീ എവിടെ പോയിരിക്കുകയായിരുന്നെന്ന് അവന്തിക ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അനക അവന്തികയോട് പറയുന്നു. കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അവന്തിക പറയുകയാണ്, അർച്ചനയും സച്ചിയും കൃത്യസമയത്ത് വന്നത് നന്നായി. നിങ്ങൾ ആ അജയനെ എന്തു ചെയ്തു? അവനവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, എന്നാ മോൾ ഇവിടെ ഇരിക്ക്, ചേച്ചി ഇപ്പോൾ വരാം. അത്രയും പറഞ്ഞ് എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവന്തിക താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും അർച്ചനയുമാണ്. അർച്ചനയുടെ മുഖത്തെ ടെൻഷൻ കാണുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, അനഘയെ നമ്മൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു, എന്നിട്ടും തൻ്റെ മുഖം എന്താ തെളിയാത്തത്? ഇപ്പോൾ താഴെ നടന്നത് തന്നെയാ സച്ചിയേട്ടാ പ്രശ്നം. ആ ധനുഷ് എന്ന് പറയുന്നവനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിക്കാനായിട്ട് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും കൂടി അവനെ എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ്. എടോ, താൻ വരുന്നതിന് മുമ്പ് ഇവിടെ എന്തൊക്കെയാ നടന്നതെന്ന് തനിക്കറിയാമോ? ആ കൊട്ടേഷൻ പോയതിന് എന്നെയും സന്ദീപിനെയും നന്ദേട്ടനെയും അച്ഛൻ കുറെ ചീത്ത വിളിച്ചു. അച്ഛൻ കമ്പനി വിൽക്കാൻ പോവുകയാണെന്ന് വരെയാ പറഞ്ഞത്. ആ സമയത്താ ധനുഷ് വന്നതും കൊട്ടേഷൻ തിരിച്ചു പിടിച്ച കാര്യം പറഞ്ഞതും. എനിക്കിപ്പോഴും ഉറപ്പാണ്, നിങ്ങളാരും കരുതുന്ന ഒരാളല്ല ധനുഷ്. ധനുഷ് ഈ കുടുംബം തകർക്കാനായിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. ശരി, താൻ പറയുന്നത് ഞാൻ വിശ്വസിച്ചാൽ തന്നെ എന്തടിസ്ഥാനമുണ്ടതിന്? തൻ്റെ ടെൻഷൻ എന്താണെന്ന് എനിക്കറിയാം. താൻ കരുതുന്നത് പോലെയൊന്നും അനഘയോ സ്നേഹയോ വഴിമാറി ചിന്തിക്കില്ല. ആരോപണങ്ങളല്ല, തെളിവുകളാണ് നമുക്ക് ആവശ്യം. താൻ അങ്ങനെ ഒരു തെളിവുമായിട്ട് എൻ്റെ അടുത്ത് വാ. അയാളെ പുഷ്പം പോലെ തന്നെ നമുക്കിവിടുന്ന് ഇറക്കിവിടാം. തുടർന്ന് അർച്ചന പറയുകയാണ്, തെളിവുകൾ ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടെത്തും സച്ചിയേട്ടാ. ഇന്നിപ്പോൾ അനഘയെ തട്ടിക്കൊണ്ടു പോയതിൻ്റെ പിന്നിലും എല്ലാം തന്നെ ഇയാളുടെ കൈയുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവന്തിക അജയൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. ആ അർച്ചനയും സച്ചിയും ഒക്കെ കൂടി വന്ന് എന്നെ തല്ലിച്ചതച്ച് അനഘയെ കൊണ്ടുപോയെന്ന് അജയൻ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, യഥാർത്ഥ ചതി എന്താണെന്നേ ഞാൻ നിനക്കിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. നിനക്ക് തനിയെ അഴിച്ച് ഇവിടുന്ന് പോകാൻ പറ്റുമെങ്കിൽ നീ പോയി രക്ഷപ്പെട്ടോ. ഞാൻ എന്താണെങ്കിലും നിന്നെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല. നീയേ ചില്ലറ കണക്കിനൊന്നുമല്ലല്ലോ എന്നെ ഭീഷണിപ്പെടുത്തിയതും. കൂടാതെ നീ എൻ്റെ അനിയത്തിയെ വരെ കല്യാണം കഴിക്കാനായി എന്നോട് ചോദിച്ചില്ലേ? നീ ഇവിടെ ഇരുന്ന് ഇഞ്ചിഞ്ചായി മരിക്ക്. ഇത് നമ്മുടെ അവസാനത്തെ അഭിമുഖമാണ്. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ, ഞാൻ തരുന്ന പണവും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ. അപ്പോഴോ നിനക്ക് എൻ്റെ അനിയത്തിയെ കെട്ടി നെല്ലിശ്ശേരിയിൽ തന്നെ ജീവിക്കണം. ഇനി എന്താണെങ്കിലും നീ ഇവിടെ കിടന്ന് തന്നെ മരിക്ക്. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവന്തിക പോകുമ്പോൾ അവന്തികയെ നോക്കി കാർക്കിച്ച് തുപ്പുകയാണ് അജയൻ. അവന്തികയെ, നീ എന്ത് കരുതി ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടില്ലെന്നോ? നിനക്കേ ഈ അജയനെ ശരിക്കും അറിയില്ല. എനിക്ക് അല്പം മയമൊക്കെ ഉള്ളതുകൊണ്ടാ ഞാൻ നിന്റെ അനിയത്തിയെ മാത്രം ചോദിച്ചത്, അല്ലെങ്കിൽ ഞാൻ നിന്നെയും. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ അവിടെ ഉണ്ടായിരുന്ന ഒരു നിലവിളക്കെടുത്ത് കയ്യിൽ പിടിച്ച് അജയനെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആതിര മുറിയിലേക്ക് പോകുമ്പോൾ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന അനഘയെ കാണുകയാണ്. അനഘ എൻ്റെ മുറിയിൽ പോയിരുന്നോ എന്ന് ആതിര ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് അനഘ താഴേക്ക് പോകുന്നു. തുടർന്ന് ആതിര ചെന്ന് സന്ദീപിനോട് അനഘ വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വന്നിരുന്നെന്നും ഒരു കാര്യം പറഞ്ഞിട്ട് പോവുകയും ചെയ്തെന്ന് സന്ദീപ് പറയുന്നു. എന്നിട്ടെന്തിനാ അവൾ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞത്? അത് നിന്നെ പേടിച്ചിട്ടായിരിക്കുമെന്ന് സന്ദീപ് പറയുമ്പോൾ അപ്പോൾ ഞാനാണോ ഇവിടുത്തെ പ്രശ്നക്കാരിയെന്ന് ദേഷ്യത്തോടെ ആതിര ചോദിക്കുന്നു. ആതിരെ, നീ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ അല്പം ഓവറാണ്. നിന്റെ ലിമിറ്റിൽ നിന്നാ നിനക്ക് തന്നെ കൊള്ളാമെന്ന് പറഞ്ഞ് സന്ദീപ് മുറിയിൽ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. ഉറങ്ങിക്കിടക്കുന്ന അനഘയുടെ അടുത്തേക്ക് അവന്തിക ചെല്ലുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ചേച്ചി ഉണ്ടാക്കിയ പ്രശ്നം ചേച്ചിയായി തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനിയൊരിക്കലും അജയൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. എൻ്റെ നിവൃത്തികേട് കൊണ്ട് മാത്രമാ മോളെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. മോളെന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്തിക മുറിയിൽ നിന്നും പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പുറത്തിരുന്ന് എന്തൊക്കെയോ ആലോചിക്കുന്ന സേതുമാധവനെയാണ്. അച്ഛൻ ഇതുവരെ കിടന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നന്ദൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ സേതു പറയുകയാണ്, ഞാൻ നമ്മുടെ സ്നേഹമോളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അവൾക്ക് കല്യാണപ്രായമൊക്കെ ആയില്ലേ? ഞാനും ഇത് അച്ഛനോട് പറയാനിരിക്കുകയായിരുന്നു. അച്ഛന് ധനുഷിനെ പറ്റി എന്താ അഭിപ്രായം? നമുക്ക് സ്നേഹയ്ക്ക് വേണ്ടി ധനുഷിനെ ആലോചിച്ചാലോ എന്നൊക്കെ നന്ദൻ ചോദിക്കുമ്പോൾ സേതു പറയുകയാണ്, ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും നീ തന്നെ ധനുഷിനോടൊന്ന് ചോദിച്ചു നോക്ക്. അവന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്കിതുമായിട്ട് മുന്നോട്ട് പോകാം. ഇത് കേൾക്കുന്ന നന്ദൻ സന്തോഷത്തോടെ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഉറക്കത്തിൽ അജയൻ തന്നെ തട്ടിക്കൊണ്ടുപോയ കാര്യം എല്ലാം ആലോചിച്ച് ഞെട്ടലോടെ ചാടി എഴുന്നേൽക്കുന്ന അനഘയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.